ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണം. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു ഞാൻ പറയില്ല ഗൈസ്. കാര്യം ഇന്ന് വലിയ സന്തോഷമുള്ള ദിവസമൊന്നുമല്ല കേട്ടോ. കാര്യം എനിക്ക് നല്ല പനിയായിരുന്നു. രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫേസൊക്കെ ഭയങ്കര ഡള്ളായിട്ടായിരിക്കുന്നത്. ഞാൻ ആകെ ഒരു വീക്കായിട്ട് നിൽക്കുന്ന, രാവിലെ തന്നെ ഒരു വീക്കായിട്ട് എണീറ്റൊരു ദിവസമായിരുന്നു ഇന്ന്. എന്തായാലും അതൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുമില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ കാര്യങ്ങൾക്കൊക്കെ ഓടി നടക്കണം. ഇന്ന് വെല്ലുമേനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, ഒന്ന് കൊണ്ടുവിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോണക്ക് തന്നെ എനിക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു വീട്ടിലോട്ട് പോകാനായിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ ലിപ്സ്റ്റിക് എന്ന് കണ്ടാൽ അത് ഇടുമ്പോൾ എന്തോ ഒരു നാണക്കേട് പോണക്കൊക്കെ ആയിരുന്നു കേട്ടോ. ആൾക്കാരൊക്കെ നമ്മളെ എന്ത് കണ്ണോടുകൂടിയാണ് നോക്കുന്നതെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അതെന്താല്ലേ അങ്ങനെ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് അത് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊന്നും ഞാൻ ഒരുങ്ങുന്നൊക്കെ ഉണ്ട്. എനിക്ക് തീരെ വയ്യായിരുന്നു, പക്ഷെ അത് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. എന്നാലും വലിയൊരു ഒരുക്കവും കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം വയ്യാത്തതിൻ്റെ ആ ഒരു മ്ലാനത എൻ്റെ ഫേസിൽ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിച്ചു ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓരോരോരോ വിച്ചു ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വക ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്ക് വയ്യെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിച്ചു എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളും. പക്ഷെ നമ്മൾ വാക്ക് പറഞ്ഞ സാധനം നമ്മൾ കറക്റ്റ് ടൈമിങ്ങിൽ അവിടെ കൊടുത്തില്ലെങ്കിൽ എനിക്കതൊരു ഇഷ്ടക്കുറവാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ ടൈമിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ് കേട്ടോ. പിന്നെ ദേ ഈ ഫോണിൽ ഇങ്ങനെ വെട്ടം മങ്ങി നിൽക്കും. ആൻഡ്രോയിഡ് സെറ്റാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വയ്യാത്തതുകൊണ്ട് രാവിലെ തന്നെ ഇച്ചിരി ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പനിയുടെ കൂട്ടത്തിൽ കുളിക്കാണ്ടും കൂടെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി ചത്ത ഉണക്കിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുളിച്ചൊരുങ്ങി സെറ്റായി. അപ്പോൾ ഞാൻ ഒരുങ്ങി കെട്ടി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നട്ടപ്പുറ വെയിലാണ് ഗൈസ്, ഭയങ്കര വെയിലാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ വെയിലത്ത് ഇറങ്ങാനേ മടിയാട്ടോ. അതുകൊണ്ട് വർക്കൊക്കെ ഞാൻ നോർമലി ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേക്ക് വെയിലൊക്കെ താന്നിട്ടുണ്ടാവും. ഞാൻ ഒരു 4:30 ടൈമിലൊക്കെയാണ് ജിമ്മിൽ പോകുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ബോട്ടിൽസൊക്കെ കൊണ്ടുപോകും. പിറ്റേന്നത്തേക്ക് അവർ കൊറിയർ വിടും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അവരിപ്പോഴത്തെ വെയിലെന്ന് വെച്ചാൽ അത്രയ്ക്ക് രൂക്ഷമായിട്ടുള്ള വെയിലാണ്. പക്ഷേ ഇന്ന് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കാര്യം എനിക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. പോരാത്തതിന് വെല്ലുമ്മേനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാര്യം വെല്ലുമ്മയുടെ മക്കൾ രണ്ടുപേരും ദൂര സ്ഥലത്തോട്ട് കെട്ടിച്ചു വിട്ടേക്കുന്നത് കൊണ്ട് ഇവിടെ അടുത്തിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഞാനും പിന്നെ ചേട്ടനേ ഉള്ളൂ. ചേട്ടന് വർക്ക് ഉണ്ട്, അപ്പോൾ ചേട്ടൻ പോകും, ചിഞ്ചൻ ചേട്ടൻ. പിന്നെ ഉള്ളത് ഞാനേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാനാണ് എല്ലാ കാര്യങ്ങൾക്കും കുടുംബത്തിലെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെല്ലുമ്മയ്ക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വെല്ലുമ്മ ഇപ്പോൾ വരും. പിന്നെ എനിക്ക് ഒരു വീട്ടിൽ ഓയിൽ കൊടുക്കാനായിട്ടുണ്ട്. അവിടെ അമ്മ മാത്രം കണ്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ച് പോകണം കേട്ടോ, കുറച്ച് ദൂരം. ഞാൻ ആദ്യമേ എടുത്താണെന്നാണ് വിചാരിച്ചത്, പക്ഷേ കുറച്ച് ദൂരമുണ്ട്. ഇപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം എന്തായാലും തപ്പി പിടിച്ച് പോകണം. നമ്മൾ അങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഇവിടുത്തെ വഴികളൊക്കെ വിച്ചു പോയതിനു ശേഷം ഞാൻ ഒറ്റയ്ക്ക് പോയി കുറേയൊക്കെ പഠിച്ചു കേട്ടോ. കാര്യം തപ്പി പിടിച്ച് പോയി വെല്ലുമ്പോൾ ഓട്ടി വരുന്നുണ്ട്. പതുക്കെ വന്നാൽ മതി. അപ്പോൾ തപ്പി പിടിച്ച് ഒറ്റയ്ക്ക് പോയി ഇപ്പോൾ അത്യാവശ്യം വഴികളെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇതേണ്ട വെല്ലുമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിട്ട് നേരെ ഞാൻ അവിടെ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ, കിളിക്കുള്ള തീറ്റ, അതുകൊണ്ട് തന്നെ വർക്ക് പരമായിട്ടൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഓയിലും കൊണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, പോയാലോ. അപ്പോൾ വെല്ലുമ്മേനെ ഞാൻ അവിടെ ഇറക്കി വിട്ടു കേട്ടോ. വെല്ലുമ്മ പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ഞാൻ നോക്കട്ടെ, വെല്ലുമ്മ ഇവിടെ നിൽക്കാൻ പറ്റുവാണെങ്കിൽ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭയങ്കര തിരക്കാട്ടോ, ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിനി നേരെ തിരിച്ചു പോവാണേ. എനിക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. ഇവിടെ എപ്പോഴും നിറച്ച് കിളികളൊക്കെ ഉള്ളതാണ് ഗൈസ്. പക്ഷേ ഇപ്പോൾ കുറഞ്ഞെന്ന് തോന്നുന്നുണ്ട്, എല്ലാം വിറ്റുപോയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതെന്തത് മൂക്കിനൊരു നീട്ടം? ഇങ്ങനത്തെ കിളീനെ ഞാനിത് ആദ്യമായിട്ട് കാണുകയാണല്ലോ. എന്താണാവോ? മൂക്ക് വേറെ രീതിയിൽ നീണ്ടുപോയിരിക്കുന്നു. പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ, 1-2 പ്രാവുകളൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കാൻ തോന്നുന്നുണ്ട് ഒരെണ്ണം. ഞാൻ ഫുഡ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളിതേണ്ട ഈ സീഡാണ് കേട്ടോ കൊടുക്കുന്നത്. സൺഫ്ലവറിൻ്റെ സീഡാണ് കൊടുക്കുന്നത്. 120 രൂപ കേട്ടോ കിലോ വില. അപ്പം ഞാൻ 1 കിലോ മേടിച്ചിട്ടുണ്ട്. അവർ പട്ടിണിയാട്ടോ. അപ്പോൾ അമ്മ എന്നോട് മറക്കാണ്ട് മേടിച്ചിട്ട് പറഞ്ഞേ മോനെ എന്ന് രാവിലെ തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ സീഡൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതെടുത്ത് വെക്കട്ടെ. ഇതൊക്കെ ഞാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാട്ടോ. പാടമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ക്യാമറയിൽ കാണുന്ന കണക്കല്ല കേട്ടോ, നല്ല വൈവാണ്. ഇവിടെ എടുത്തുങ്ങാണ്ടാണ് കേട്ടോ ചേച്ചിയുടെ വീട് വരുന്നത്. ഇത് പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അകത്ത് കൂടെ ഉണ്ടല്ലോ ഒരു എന്താ പറയുക, ഒരു ബ്ലൂ കളർ പൂവുണ്ട്. നല്ല ഭംഗിയായിട്ടോ കാണാം. പക്ഷെ ഇത് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ തേണ്ട പോകുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഏകദേശം ഞാൻ എത്താറായും തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചിട്ടാണ് പോകുന്നത്. കാര്യം ഇതിൻ്റെ മെയിൻ ടൗണിൽ വന്നിട്ട് ഞാൻ ചോദിച്ചു കേട്ടോ, പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലം എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചു. കാരണം നമ്മൾ വഴിതെറ്റിപ്പോയാൽ അറിയില്ലല്ലോ. നമുക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കറക്റ്റ് പ്രോപ്പർ സ്ഥലം അറിയാത്തതുകൊണ്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു തന്നെ ആട്ടോ പോകുന്നത്. ഇവിടെ എടുത്തുങ്ങാണ്ടാണ് ചേച്ചിയുടെ വീടെന്നാണ് ചേച്ചി പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്.
അപ്പോൾ എന്തായാലും ഞാൻ പുള്ളിക്കാരത്തിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. പുള്ളിക്കാരത്തി റോഡിലോട്ട് ഇറങ്ങി നിൽക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാര്യം ഇച്ചിലൂടെ എളുപ്പമായി. ഭയങ്കര വെയിൽ കേട്ടോ. വെയിലെന്ന് വെച്ചാൽ താങ്ങാൻ പറ്റാത്ത വെയിൽ കഴിച്ചു, ഒരു രക്ഷയില്ല. പോകുന്നവരും വരുന്നവരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. ഇതെന്താ ഈ പെൺകുട്ടി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രാന്തായതാണെന്നാണ് തോന്നുന്നുണ്ട് വിചാരിക്കുന്നത്. നമുക്കെല്ലാവരും ഉള്ളൂ യൂട്യൂബ് ചാനലാണെന്ന്. ഭയങ്കര വണ്ടിയുടെ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ എന്തായാലും ആ ചേച്ചിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. ചേച്ചി എവിടെയാണെന്നൊന്ന് വിളിച്ച് നോക്കട്ടെ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. ചിലപ്പോൾ ഇടുക്കിയിൽ ജനിച്ച് വളർന്നതുകൊണ്ടായിരിക്കും. ഇടുക്കിയിൽ ഈ വക സ്ഥലങ്ങളൊന്നും ഇല്ല. ഇടുക്കിയിൽ കൂടുതലുള്ളത് ഏലക്കാട്, റബ്ബർ കാട്, കാപ്പിത്തോട്ടം, അതുപോലെ തന്നെ പിന്നെ എന്നതാ ഉള്ളത്, കുരുമുളക്, ഇതൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ഇങ്ങനെയുള്ള നല്ല ബ്യൂട്ടിഫുൾ പാടം ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓയിലൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. ചേച്ചിക്ക് ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് തലയും കോലൊക്കെ ഒരുമാതിരിയാണ് ഇരിക്കുന്നത്. കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. റോഡ് സൈഡിൽ തന്നെയായിരുന്നു ചേച്ചിയുടെ വീട്. പിന്നെ ആളിറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. ആളുടെ റിലേറ്റീവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വേറെ ചേച്ചിയാണ് ബുക്ക് ചെയ്തത്, കൊടുത്തത് വേറെ ആൾക്കാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നല്ല രസത്തിൽ ഇങ്ങനെ നെല്ലാണെന്ന് തോന്നുന്നു ഉണ്ടായി നിൽപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗായ്സ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നേരിട്ട് കാണാനായിട്ടൊരു പ്രത്യേക രസം. ഇവരിത് കട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന ഓണക്കാട്ടെ ഇത് നിൽക്കുന്നത് എന്താ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തൊക്കെ നിർത്തും. എനിക്ക് അതിനെപ്പറ്റി വലിയ നോളജ് ഇല്ല. പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഇറങ്ങിയപ്പോൾ ഭയങ്കര നല്ലൊരു രസം തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇറങ്ങി നിങ്ങളെയും കൂടി ഇതൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ആരുടെ പറമ്പാണോ, ഇനി ഇറങ്ങിയാലൊക്കെ വഴക്കും അറിയാവോ എനിക്കറിയില്ല. ആരുടെ ആയാലും ഞാൻ ഇറങ്ങി. ഇവിടെയുള്ള ഏതെങ്കിലും വീട്ടുകാരുടെ ആയിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇഷ്ടപ്പെട്ടു. ഈ മുൾച്ചെടി കണ്ടോ ഗൈസ്, ഇതിലുണ്ടായിരിക്കുന്ന ഈ പൂ കണ്ടോ, ഇതാട്ടോ ഞാൻ പറഞ്ഞത്. ഇത് അപ്പുറത്തൊക്കെ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. അപ്പോൾ അതേ പാടമൊക്കെ കണ്ടു. എൻ്റെ വണ്ടി വേണ്ട കിടക്കുന്നു. ഇത് കാണുമ്പോൾ വിച്ചു ഞെട്ടൂട്ടോ. ഇവർക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? കാര്യം വിച്ചുവിന് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നൊക്കെ ഭയങ്കര ടെൻഷനാട്ടോ. പക്ഷേ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെ ചോദിച്ച് പോകാണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വീട്ടിലുള്ള എല്ലാവർക്കും അവർക്ക് വിച്ചുവിനൊക്കെ അത് ഭയങ്കര ടെൻഷനുള്ള കാര്യമായിട്ടോ. ഞാൻ പോയാൽ ഇവിടെ എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. ഇവിടെ നല്ല കുടിയന്മാരുണ്ടെന്ന് തോന്നുന്നു, നിറച്ച് കുപ്പി കിടക്കുന്നുണ്ട്. അപ്പോൾ പോയാൽ തിരിച്ചെങ്ങനെയായിരിക്കും, വഴി തെറ്റി പോകുമെന്നൊക്കെ നല്ല പേടിയാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മയോട് ഓയിൽ കൊണ്ടു കൊടുക്കാൻ പോകുന്നു പറഞ്ഞു. എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മ ഇപ്പം എന്നെ വിളിച്ചിട്ട് മോൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഇന്ന സ്ഥലത്താണ് പാറപ്പുറത്താത്തോണ്ട്. അപ്പം അമ്മ എൻ്റെ കടവുളെ പറയാണ്ട് പോയോ? ഞാൻ പറഞ്ഞു ഞാൻ അമ്മയോട് രാവിലെ പറഞ്ഞില്ലേ ഓയിൽ കൊടുക്കാൻ പോകുന്നത്, എങ്ങോട്ടേക്ക് പോകുന്നല്ലേ പറയേണ്ടതുള്ളൂ, ഓയിൽ കൊടുക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അമ്മയ്ക്ക് ഇതൊക്കെ അറിയുന്ന സ്ഥലമായിട്ട് കുഴപ്പമില്ല. ഇത് നമ്മൾ സ്ഥലം മേടിച്ചതിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാട്ടോ. അതുകൊണ്ട് വേറെ സീനില്ല കഴിച്ച്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാം. പക്ഷെ ഭയങ്കര വേസ്റ്റ് ഇട്ടിരിക്കുന്നു ആൾക്കാർ. പോവാണ് കേട്ടോ ഇവിടുന്ന്. എൻ്റെയും വിച്ചുവിൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പാടത്തിൻ്റെയൊക്കെ എടുത്തായിട്ട് ഒരു വീട് വെക്കണം. അത് നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ നമ്മുടെ നെൽകൃഷിയൊക്കെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണല്ലോ. അപ്പോൾ പാടത്തിനൊക്കെ എടുത്തായിട്ടൊരു വീട് വെക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതൊന്നും നടന്നില്ല, എന്നാലും കുഴപ്പമില്ല. നല്ല രസമാട്ടോ ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാം ഗൈസ്. കാര്യം വെയിലടിച്ച് കരിഞ്ഞ് ഞാൻ മരിക്കും. അല്ലെങ്കിൽ ഭയങ്കര വെയിലും ചൂടുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. ഇനി നേരെ എനിക്ക് പറമ്പിലൊന്ന് പോകണം കേട്ടോ. പറമ്പിലൊന്ന് കയറി നോക്കണം അവിടെ എന്തായി ഏതായി എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നേരെ ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ. ആ പട്ടിക്കുഞ്ഞിനെ കണ്ടോ, അതിൻ്റെ ഒരു സൈഡ് കഴുത്തില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ കട്ടയാണ്. ഇതെല്ലാം എടുത്ത് ഇനി ഇങ്ങോട്ടേക്ക് ഇടണം. ഞങ്ങൾ വന്ന് നനച്ചു കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നനയ്ക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇത് കുറച്ച് പരിപാടിയും കൂടി ഇതിലുണ്ട് കേട്ടോ. അന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ആ ചേട്ടന്മാർക്ക് അവർക്ക് പോകണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഇത്രയും തീർത്തിട്ട് അവർ പെട്ടെന്ന് അങ്ങ് പോയത്. ബാലൻസ് കുറച്ച് എന്തോ ഇതിൻ്റെ മേളുവശത്ത് ഇങ്ങനത്തെ പരുക്കനിട്ട് കൊടുക്കില്ലേ, തേക്കുന്നൊന്നുമില്ല. കാരണം നമ്മളെന്തായാലും ഇതിൻ്റെ മുകളിലോട്ട് പണിയും. നമ്മൾ പെരപണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മതിൽ പണിയും. അപ്പോൾ അതുകൊണ്ട് തേച്ചൊക്കെ ഇട്ടാൽ വീണ്ടും കുത്തി പൊളിക്കേണ്ടി വരില്ലേ. അപ്പോൾ ഇത് കണക്ക് ചുമ്മാ മേളിൽ കൂടെ ഒന്ന് വാർത്തിടും കേട്ടോ. അത് അവർക്ക് ടൈമുള്ളപ്പോൾ അവർ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ചുമ്മാ ഇത് കൂടെ പോയപ്പോൾ ഒന്ന് കയറിയിട്ട് പോവാം എന്ന് വിചാരിച്ച് കയറിയതാണ് ഗൈസ്. വെള്ളമൊക്കെ നന്നായിട്ട് കുറഞ്ഞു കേട്ടോ നമ്മുടെ തോട്ടിലെ. നല്ല രീതിയിൽ കുറഞ്ഞൊരു പച്ച കളർ ഉണക്കായി. ഞാൻ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഉണ്ടാവും എന്നൊക്കെ കേട്ടോ വിചാരിച്ചത്, എപ്പോഴും വെള്ളം ഉണ്ടാവുന്നു. പക്ഷേ ഇല്ല. അടുത്ത മാസം നല്ല ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് മൊത്തത്തിൽ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. എനിക്കൊരു തേങ്ങയൊക്കെ കിടപ്പുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഇനി കുറച്ച് പരിപാടിയും കൂടെ ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല വെയിലുണ്ട് ഗൈസ്, നല്ല നട്ടപ്പുറ വെയിലുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അടുത്ത് കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ കയറാണ്ട് പോയാൽ മനസ്സിനകത്ത് എന്തോ ഒരു വിഷമമാണ് കേട്ടോ. എന്തോ എനിക്കറിയില്ല. ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ ഒരു സ്ഥലം മേടിച്ചതിൽ. കാര്യം
ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആശ്വാസം, ഒരു ശാന്തതയാണ് കേട്ടോ ഈ സ്ഥലത്ത് വന്ന് ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ. ഞാൻ നോർമലി വെയിലൊക്കെ ആണെങ്കിൽ വരാറില്ല കേട്ടോ, കാര്യം ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ. നമ്മൾ പെരപണിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് 1-2 ചെറിയ മരങ്ങളൊക്കെ ഏതെങ്കിലും സൈഡിലൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ ഇവിടെ പണിക്ക് വരുന്നവരുടെ കാര്യം അതോ ഗതിയാവും. കാര്യം അത്രയ്ക്കും വെയിലാട്ടോ. വെയിലെന്ന് വെച്ചാൽ നമ്മൾ കരിഞ്ഞു പോകും കൈസ്, അത്രയ്ക്കും വെയിലാണ്. ഇനി ഈ മണ്ണും കാര്യങ്ങളും ഒക്കെ നമ്മൾ വലിച്ചങ്ങോട്ടേക്ക് ഇടണം, മണ്ണെല്ലാം വലിച്ചിട്ട് സെറ്റാക്കണം കേട്ടോ. ഇനി ഒരു ദിവസം എന്തായാലും അച്ഛനും കൂടെ ഒക്കെ ഫ്രീ ഉള്ളൊരു ദിവസമേ വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വെയിൽ കാരണം നമുക്ക് നിൽക്കാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. വെയിലത്ത് നിന്ന് പണിയെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അവശതയായി പോകും. ഞാനും അച്ഛനും കൂടെ ഒരു ദിവസം വന്നാൽ തീർക്കാവുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാർ പോർച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്, അതും ഞാനും അച്ഛനും കൂടെ ഒരു ദിവസം നിൽക്കാമെന്നൊക്കെ ഉള്ള പ്ലാനിങ് ഉണ്ട്. താഴെ നമുക്ക് തറയൊക്കെ ഇട്ട് കൊടുക്കണം, വണ്ടി കയറ്റിയിടാനായിട്ടേ. അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. എന്തായാലും ഞാൻ വെറുതെ കയറിയതാട്ടോ, ഞാൻ തിരിച്ചു പോകാൻ. നനച്ചു കൊടുക്കാണ്ടൊന്നും ഇന്നിനി നനയ്ക്കുന്നൊന്നുമില്ല, കാര്യം ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരടിക്കുന്ന ടൈമൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നനയ്ക്കാനും പറക്കാനൊന്നും നിൽക്കുന്നില്ല, നേരെ പോവാട്ടോ. അയ്യോ, ഇവിടെ വെയിൽ സഹിക്കാൻ പറ്റത്തില്ല ഗൈസ്. വേറെ എല്ലാം ഓക്കെയാണ്, സെറ്റാണ് കേട്ടോ. പക്ഷേ വെയിൽ മാത്രം നമുക്ക് താങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര കഠിനമായിട്ടുള്ള വെയിലാണ്. അത് നമ്മുടെ അവിടെ പ്രത്യേകിച്ച് മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെയിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ്. എനിക്ക് ഷോപ്പിലും കൂടെ കയറേണ്ട 2-3 ഷോപ്പിലും കൂടെ കയറേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് കയറാൻ പറ്റില്ല കേട്ടോ, ചെറിയൊരു പ്രശ്നം. അപ്പോൾ നേരെ ഞാനിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി ഷോപ്പിൽ പോകാനായിട്ട്. അവിടെ പോയിട്ട് വേണം ഇനി കൊറിയറും കൊണ്ട് പോകാനായിട്ട്, അത് കഴിഞ്ഞിട്ട് വേണം ജിമ്മിൽ പോകാനായിട്ട്. ഇപ്പോൾ ബിസി ലൈഫാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഒന്നിനും ടൈം തികയാത്ത പോകണമെങ്കിൽ ചില സമയമൊക്കെ എനിക്ക് ഫീലാവും. മൊത്തത്തിൽ ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഓടില്ലേ, ആ ഒരു അവസ്ഥ. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ അടുത്തത്. ഇന്നലെയൊക്കെ എനിക്ക് രാത്രിയൊക്കെ ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നേ, തീരെ വയ്യ, തൊണ്ടവേദന, ഈ കിടന്ന് ഉറങ്ങാനൊന്നും വയ്യായിരുന്നു. പക്ഷേ രാവിലെ എണീറ്റപ്പോഴും എനിക്ക് ചെറിയൊരു ക്ഷീണം, ഭയങ്കര ബുദ്ധിമുട്ട് കണക്കായിരുന്നു. ഞാൻ ഓരോരോ പണി ചെയ്തു. ഇപ്പം എനിക്ക് എൻ്റെ പനി എവിടെ പോയി ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല കൈസ്, ഞാൻ കൂളായി. അതല്ലേ, നമുക്ക് താങ്ങാൻ ആളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ തണലായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ നമുക്ക് താങ്ങാനായിട്ട് ആരും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യും. അതിപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൈസ്, ഞാൻ എന്തായാലും പറമ്പിൽ നിന്ന് പോവുകയാണ്. ഇന്നലെ നമ്മൾ വീടിൻ്റെ പ്ലാനൊക്കെ യൂട്യൂബിലിട്ടിട്ട് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് നമ്മൾ കാണിച്ചതാണ് കേട്ടോ. ഏകദേശം ആ ഒരു മോഡലായിരിക്കും നമ്മൾ പണിയാണ്. എന്തായാലും പണിയുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസൊക്കെ കൊടുത്ത്, എവിടെയും സ്പേസ് ഒന്നും കളയാണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുള്ളൂ. നമ്മൾ വെറുതെ നമ്മൾ ചെയ്തിട്ടിട്ട് കാര്യമില്ല. ചിലപ്പോൾ ചെറിയൊരു ലോണും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. എന്നാലും നമ്മൾ വലിയൊരു ലോണ്, ഹ്യൂജ് എമൗണ്ട് എന്നല്ല, ചെറിയൊരു ലോണും കാര്യങ്ങളൊക്കെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കേണ്ടി വരും. എന്നാലും പണിയുമ്പോൾ നമ്മൾ വൃത്തിക്ക് എല്ലാം പണിത് മൊത്തം ചെയ്തിട്ടേ കയറുള്ളൂ. അതല്ലാണ്ട് നമ്മൾ വെറുതെ ഇതാക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അതിൻ്റെയൊക്കെ എന്താ പറയുക, പ്ലാനിങ്ങിലൊക്കെയാണ് മുന്നോട്ടേക്ക്. എന്തായാലും ഈ വർഷമെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പെരപണിയൊക്കെ. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്, നമുക്കൊന്നും ഉറപ്പില്ല, അറിയില്ല. ആഗ്രഹങ്ങളല്ലേ, ആഗ്രഹിക്കുന്നതിന് കാശ് ചിലവൊന്നുമില്ലല്ലോ. അപ്പോൾ പതുക്കാനെല്ലാം നോക്കണം കേട്ടോ. ഓരോരോ കാര്യങ്ങളും അടുപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇതേ ഞാൻ പറമ്പിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോകാം. എനിക്ക് വെയിലടിച്ച് ഞാൻ കുഴഞ്ഞു. വീട്ടിലെത്തി കേട്ടോ, വെയിലടിച്ചിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടി വീട്ടിലെത്തി. ഇനി വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ കറണ്ടും ഇല്ല കേട്ടോ, ചൂടടിച്ച്. ഒന്നാണ്ട് തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമാണ്, ജലദോഷവും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേർപ്പം കൂടെ താഴുമ്പോഴത്തേക്ക് ഭയങ്കര സിനാവട്ടെ. ഞാൻ വെയിൽ കൂടിയോണ്ടാട്ടോ, ഞാനിന്ന് കുറേ കടകളിൽ കയറണം, കുറേ കാര്യങ്ങൾ മേടിക്കാണ്ടുണ്ടെന്ന്, അതെല്ലാം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ പോയത്. പക്ഷേ എനിക്ക് വെയിലടിച്ചപ്പോഴത്തേക്ക് എനിക്ക് കിറുങ്ങാൻ തുടങ്ങി കേട്ടോ. അപ്പം പനി കൂടണ്ട, നമുക്കൊന്ന് വെയിൽ താന്നിട്ടാണെങ്കിലും പോവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ അമ്മ അവിടെ പാവയ്ക്ക ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടായിരുന്നില്ല. ഞാനും അമ്മയും കൂടെ രാത്രി കുറച്ച് പാവയ്ക്കൊക്കെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൂടെ അരിഞ്ഞ് ഉണക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഹെൽത്ത് തീരെ വയ്യ കേട്ടോ. ഈ വീട്ടിൽ വന്ന് കയറുന്ന വരെ വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ഇത് തല കറങ്ങുന്ന കണക്കൊക്കെ ഫീൽ ആവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തീരെ ഒരു വയ്യാത്ത പോണക്കുണ്ട് കേട്ടോ, ആകെ ഒരു ക്ഷീണമൊക്കെ. അപ്പം ഞാനൊന്ന് ഇച്ചിരി മരുന്നൊക്കെ കഴിച്ചിട്ട് എവിടെയെങ്കിലും കയറി കിടന്നൊന്ന് ഉറങ്ങാൻ പോവാണ്. ഒന്ന് ഉറങ്ങി എണീറ്റ് നല്ല സെറ്റായിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ആവുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പോയി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ ഇടിച്ച് പൊട്ടിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിപ്പിമോളുടെ ബർത്ത്ഡേ ആണ്, എല്ലാവരും വിഷ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ രാവിലെ വിഷൊക്കെ ചെയ്ത് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ആശാൻ അവിടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമായിരിക്കും. ബർത്ത്ഡേക്ക് മുമ്പ് അവിടെ ചെല്ലണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് സർപ്രൈസായിട്ട്, പക്ഷേ എൻ്റെ ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെല്ലാൻ പറ്റിയിട്ടില്ല. അപ്പം മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ബർത്ത്ഡേ ഒക്കെ അടിച്ച് പൊളിക്കും മോനെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ഗായ്.